ഷോൾഡർ പൊക്കാൻ പറ്റാത്ത എല്ലാ അവസ്ഥയും ഫ്രോസൺ ഷോൾഡറിൻ്റെ ആവണമെന്നില്ല കേട്ടോ. അതിൽ ചിലത് കേസ് ഈ ടെൻഡൻ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റുകൾ വരാറുണ്ട്. മസിൽസിലുള്ള ടൈറ്റ്നസ്, അതായത് ഷോൾഡറിനെ പിടിച്ച് നിർത്തുന്ന ലിഗമെൻറ്റും മസിൽസും ടൈറ്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെ ആർത്രൈറ്റിസിൻ്റെ കണ്ടീഷൻ വന്നു കഴിഞ്ഞാലൊക്കെ ഷോൾഡർ പൊക്കാൻ പറ്റാത്തുണ്ട്. പക്ഷേ സിമ്പിളായിട്ട് നീർക്കെട്ട് വന്നാൽ വരെ ഷോൾഡർ പൊക്കാൻ പറ്റാണ്ട് വരും. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓരോ അവസ്ഥക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഈ ഫ്രോസൺ ഷോൾഡറിന് തന്നെ പല കാരണങ്ങളുണ്ട്. പ്രമേഹം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഡയബറ്റിക് അല്ല നിങ്ങൾ? അല്ല, ഡയബറ്റീസ് ഒരു വലിയൊരു റീസൺ ആണ് ഈ ഫ്രോസൺ ഷോൾഡർ വരാൻ വേണ്ടിയിട്ട്. ഈ ഫ്രോസൺ ഷോൾഡറും ഡയബറ്റീസും വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ നേരെ ആക്കി കഴിഞ്ഞാലും വീണ്ടും അത് ഫ്രീസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഫ്രോസൺ ഷോൾഡർ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എക്സസൈസും കാര്യങ്ങളും നിർത്താൻ പറ്റില്ല. അപ്പം ഇതിൻ്റെ ടൈറ്റ്നെസ്സിന് അനുസരിച്ചിട്ടാണ് നമുക്ക് പെട്ടെന്ന് പറ്റുമോ ഇല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റും. ചിലത് നമുക്ക് പെട്ടെന്ന് 8 ദിവസം കൊണ്ട് തന്നെ പൊക്കിയെടുക്കാം, ചിലത് കുറച്ച് സമയമെടുക്കും. അതിൻ്റെ കണ്ടീഷൻ അനുസരിച്ച്. അപ്പോൾ നമ്മുടെ കേസിൽ ശരിക്കും ഫ്രീസിങ് അല്ല വന്നത്, നമുക്കൊരു ആർത്രൈറ്റിസ് കണക്റ്റഡ് ആയിട്ടുള്ളൊരു